ഹായ് നമസ്കാരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസ് എന്നൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിഗ്രി ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു അവസരമാണ്. ബിക്കോസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്ക് ആയിട്ടുള്ള SBIനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് മറ്റൊന്നല്ല, SBI എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ആണ്. ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് 19th May തൊട്ട് June 8th വരെയാണ്. ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത് ടെൻറ്റേറ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് July 2026 ആണ്. ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോവാം. സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ് ആണ് നമ്മൾ കാണുന്നത്. പല പല സ്റ്റേറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ലാംഗ്വേജസ് തന്നിട്ടുണ്ട്. വേക്കൻസീസ് ബൈ കാറ്റഗറി നോക്കുമ്പോൾ SC, ST, OBC, EWS, UR ജനറൽ കാറ്റഗറി ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ നോക്കുമ്പോൾ നമുക്ക് കേരളം വേക്കൻസി വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 211 ആണ് വരുന്നത്, OBCക്ക് 108 ആണ് വരുന്നത്. സോ ടോട്ടൽ വേക്കൻസീസ് കേരളത്തിന് വരുന്നത് 403 വേക്കൻസീസ് ആണ് നമുക്ക് കേരളത്തിന് വേക്കൻസീസ് വരുന്നത്. സോ നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ട്രെയിനിങ് സീറ്റ്സിലേക്ക് പോവാം. സ്റ്റേറ്റ് വൈസ് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ട്രെയിനിങ് സീറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 403 വേക്കൻസീസ് ആണ് വരുന്നത്. അതിൽ തിരുവനന്തപുരം 73, കൊല്ലം 28, പത്തനംതിട്ട 21, ആലപ്പുഴ 23, കോട്ടയം 38, ഇടുക്കി 12, എറണാകുളം 60, അങ്ങനെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കാലിക്കറ്റ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവർക്ക് ഡിസ്ട്രിക്ട് വൈസ് ട്രെയിനിങ് സീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ട്രെയിനിങ് സീറ്റ് വരുന്നത് തിരുവനന്തപുരമാണ്, അടുത്തത് എറണാകുളം, പിന്നെ കോട്ടയമാണ് വരുന്നത്. അടുത്തതായി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് പോവാം. ഏജ് വരുന്നത് മിനിമം 20 years ആൻഡ് മാക്സിമം 28 years ആണ്. ആസ് ഓൺ April 1st ആണ് വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ഹോൾഡേഴ്സിന് ഇതൊരു നല്ലൊരു അവസരമാണ്. ബിക്കോസ് ഗ്രാജുവേഷൻ ആണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഈ ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1 year ആണ്. ഈ ഒരു ട്രെയിനിങ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് 15,000 per month ആണ് സ്റ്റൈപ്പൻഡ് വരുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു ട്രെയിനിങ്ഷിപ്പ് കഴിഞ്ഞാൽ SBIയിലേക്ക് നിങ്ങൾക്ക് ജൂനിയർ അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടി പോകുമ്പോൾ അതിനെന്തായാലും ഒരു വെയിറ്റേജോ റിലാക്സേഷനോ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ 2 ടൈപ്പാണ് വരുന്നത്. ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും വരുന്നുണ്ട്, ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജും വരുന്നുണ്ട്. അതിൽ ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 ഓപ്ഷൻസ് വരും. 4 സെക്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് ജനറൽ ഫൈനാൻഷ്യൽ അവയർനെസ് ആണ്, GA എന്ന് പറയും. ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, റീസണിങ് അബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഇതിന് സെപ്പറേറ്റ് ടൈമിങ്സ് ആണ്, ഡ്യൂറേഷൻസ് ആണ് വരുന്നത്. സോ ജനറൽ അവയർനെസ്സിന് വരുന്നത് 15 minutes ആണ് ഡ്യൂറേഷൻ വരുന്നത്. അതിൽ 25 numbers ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ മാക്സിമം മാർക്സ് വരുന്നത് 25 ആണ്. അതേപോലെയാണ് ജനറൽ ഇംഗ്ലീഷിനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ് അബിലിറ്റിക്കൊക്കെ വരുന്നത് 15 minutes ആണ് നമ്മളെ ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. 100 marks ആണ് വരുന്നത്. 60 minutesൻ്റെ ഉള്ളിൽ നിങ്ങൾ 100 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് പല പല സ്റ്റേറ്റ്സിൻ്റെ ലാംഗ്വേജസ് തന്നിട്ടുണ്ട് മീഡിയം സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ കേരളത്തിന് നോക്കുമ്പോൾ മലയാളമാണ് നമ്മൾ റീജിയണൽ ലാംഗ്വേജസ് വരുന്നത്. ഇംഗ്ലീഷും ഹിന്ദിയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കാം. സ്റ്റേറ്റ് വൈസ് ഓൺലൈൻ സെൻറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ നോക്കുമ്പോൾ നമ്മൾ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇനി ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലേക്ക് വരാം. ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർ ഇതിനു മുന്നേ SBIയിലോ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടാവരുത്. അതേപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം 1 or more year ജോബ് എക്സ്പീരിയൻസ് ഉള്ളവരും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, candidates who have defaulted in repayment under any lending arrangement with banks, financial institutions are also not eligible for this post. ഏതെങ്കിലും പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉണ്ടായിട്ടും അത് റീപേ ചെയ്യാത്തവരും ഈ ഒരു പോസ്റ്റിലേക്ക് എലിജിബിൾ അല്ല. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ജനറൽ ഇൻഫർമേഷനിലും നോട്ടിഫിക്കേഷനിലും പറഞ്ഞിരിക്കുന്നത്. സോ ഫോർ മോർ ക്വയറീസ് ഓർ എൻറോൾമെൻറ്റ് യു ക്യാൻ കോൺടാക്ട് ഓൺ ദിസ് നമ്പർ. താങ്ക് യു.